ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കൂന്തൽ ഡ്രൈ ഫ്രൈ. അപ്പോൾ സ്പൈസി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ് കൂന്തലിൻ്റെ. അപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് മുളക് പൊടി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 5-6 കൂന്തലെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വേവിക്കാൻ വെക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാമല്ലോ. അങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക കത്തി വെച്ചിട്ട്. എന്നിട്ട് നമുക്കൊരു ഫ്രൈ പാന് അല്ലെങ്കിൽ എന്താണോ കടായി ആണെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെല്ലുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ വഴണ്ടി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്, വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം മുളക് നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എരിവിനനുസരിച്ച് നമ്മൾ കുരുമുളക് അല്ലെങ്കിൽ മുളക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ നമ്മുടെ മസാലയിലൊക്കെ ഇത് ആയി കിട്ടണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കൂന്തളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഈ മസാല ഒക്കെ അതിലേക്ക് പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.